ഹലോ, എല്ലാവർക്കും ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണ വിഭവമായ കുറുക്ക് കാളനുമായിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണല്ലോ ഈ കുറുക്ക് കാളൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ചേനയും കായയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ചേന കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് കായ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ചേന യൂസ് ചെയ്യാവൂ കേട്ടോ. അതിൽ ചേന ഇല്ലെങ്കിലും കായ എന്തായാലും നിർബന്ധമാണ്. കായ ഉണ്ടെങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കായയാണ് എടുത്തിരിക്കുന്നത്, നേന്ത്രക്കായ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്, അതിൻ്റെ കറ പോവാനായിട്ട്. അതിന് ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു കഷ്ണം ചേനയും 2 നേന്ത്രക്കായ്ക്ക് ഒരു ചെറിയ കഷ്ണം ചേനയും കൂടി ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഒരു ലേശം മുളക് പൊടി, 1/2 ടീസ്പൂൺ വേണ്ട, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരിത്തിരി മുളക് പൊടിയും, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ നമുക്ക് കൊടുക്കാം. നേന്ത്രക്കായ്ക്ക് നല്ല വേവുണ്ട്, അതിനാണ് ഞാനത് കുക്കറിലിട്ടത്. ഇവിടുത്തെ ചേന അത്യാവശ്യം വേവുള്ളതാണ്, അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിടാം. ഒരു 5-6 പച്ചമുളക് കീറിയതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. നിങ്ങൾക്കധികം വേവില്ലാത്ത ചേനയാണെങ്കിൽ കായും ചേനയും കൂടെ ഒരുമിച്ചിടാം. ഇനി നമുക്കിതൊരു 2-3 വിസിൽ കൊടുക്കാം. നല്ല വേവുള്ള ചേനയാണെങ്കിൽ അത് ഉടഞ്ഞു പോവില്ല. നല്ല വേവില്ലാത്തതാണെങ്കിൽ ഒരു 3 വിസിലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു വിസിൽ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചേന പെട്ടെന്ന് ഉടഞ്ഞു പോകും. അല്ലെങ്കിൽ പിന്നെ കായ ആദ്യം വേവിച്ചതിന് ശേഷം നമുക്ക് ചേന ഇട്ടിട്ട് ഒരു വിസിലും കൂടെ കൊടുക്കാം. ഇത് ഇവിടുത്തെ ചേനയും വേവുള്ളതായതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വിസിൽ കൊടുക്കുന്നത്. അത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ 1 മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. 1 മുറി തേങ്ങ ചിരകിയതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ പച്ചമുളകൊന്നും ചേർത്ത് അരയ്ക്കുന്നില്ല. പച്ചമുളക് നമ്മൾ അതിൽ കീറി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ അരയ്ക്കുന്നില്ല. ഇത് നന്നായിട്ട് കുറച്ച് വെള്ളമേ ചേർക്കാവൂ കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ട് വെണ്ണ മാതിരി അരച്ചെടുക്കാം. ഇതാ 3 വിസിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചേനയും കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചേന ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. നമുക്കിനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റാം. എപ്പോഴും കാളനൊക്കെ നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കുക്കറിൽ തന്നെ ഇരുന്നാൽ വെള്ളം വറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം കൂടി നമുക്കിത് സിമ്മിലിട്ടിട്ട് ഈ ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം ഒട്ടും കാളനിൽ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കഷ്ണത്തിലെ എല്ലാ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതാ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് 1/4 കിലോ തൈര്. ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ തൈര് ഇതിലിരുന്ന് തിളച്ചിട്ടൊന്ന് കുറുകണം. ഇതപ്പോൾ പതം ഇങ്ങനെ വന്ന് തുടങ്ങി. നന്നായിട്ട് തിളച്ചിട്ട് തൈരൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തെറിക്കാൻ തുടങ്ങണം, അപ്പോഴാണ് ഇത് കുറുകിയെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ഏകദേശം ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ചേർക്കാൻ. ഇത് നല്ല പുളിയുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ 250 ml ചേർത്തിരിക്കുന്നത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. കാളൻ എന്നൊക്കെ പറഞ്ഞാൽ പുളി അല്പം മുന്നിട്ട് നിൽക്കണമല്ലോ. ഇത് നന്നായിട്ട് തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തേക്കൊക്കെ തൈര് ഇങ്ങനെ നമ്മുടെ കയ്യിലേക്കൊക്കെ ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും, അതാണ് അതിൻ്റെ പാകം. നിങ്ങൾക്ക് കുരുമുളകൊക്കെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതാ നമ്മുടെ കാളൻ ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്, തൈരൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്.
ഇത് 3-4 ദിവസം കേടുവരാതിരിക്കും. അതുകൊണ്ടാണ് വെള്ളം ഒട്ടും പാടില്ല, വെള്ളത്തിൻ്റെ അംശം ഇതിൽ ഒട്ടും പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം തൈരൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ കഷ്ടിച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ ആ പച്ചമണം പോവില്ലേ, അതുവരെ ഒന്ന് ആവി കയറ്റാനേ പാടുള്ളൂ. നല്ലോണം തിളയ്ക്കരുത്. ജസ്റ്റ് സിമ്മിൽ വെച്ചിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ കാളൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കാളനിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുറുക്ക് കാളൻ ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് തള വന്നിട്ടുണ്ട്. നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമില്ല. തേങ്ങ നല്ലോണം തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ആ ചട്ടിയിലിരുന്നുകൊണ്ട് തന്നെ ബാക്കി അത് ഇരുന്ന് കുറുകിക്കോളും. അപ്പോൾ നമ്മുടെ കാളൻ ആവശ്യത്തിന് വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതാ കാളൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവ് തയ്യാറാക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് കടുകും, ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത് 3ഉം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കിത് കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെക്കാം. അതിൻ്റെ മണം, എണ്ണയുടെ ആ കടുക് വറുത്തതിൻ്റെയൊക്കെ മണം പുറത്തേക്ക് പോകരുത്. അപ്പം തന്നെ ഇളക്കരുത് കേട്ടോ. ഒരു 5-10 മിനിറ്റ് നമുക്കിത് അങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പല സ്ഥലത്തും പല മാതിരിയാണല്ലോ കാളൻ ഉണ്ടാക്കുക. ചിലവർ കുറച്ച് വെള്ളം മാതിരിയായിട്ടാവും ഉണ്ടാക്കുക. ഞങ്ങളുടെ ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുറുക്കിയിട്ടാണ് ഉണ്ടാക്കാറ്. ഇതാണെങ്കിൽ 3-4 ദിവസം പുറത്തിരുന്നാലും ശരി ഇതിന് കേടൊന്നും വരില്ല. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഓണത്തിന് സദ്യക്കൊക്കെ ഇത് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കാളൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് കാളന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം. ഈ ചട്ടിയിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അതിൽ തന്നെ ഇരുന്നിട്ട് നല്ലോണം കുറുകും. അതുകൊണ്ട് പിന്നെ മറ്റുള്ള പാത്രങ്ങളിലാകുന്ന അത്ര പെട്ടെന്ന് കുറുകില്ല. പക്ഷേ ചട്ടിയിലാകുമ്പോൾ നന്നായിട്ടൊരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് കട്ടയും ചെയ്യും. അതിലെല്ലാം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ കാളനിൽ ചേർക്കേണ്ട അതിൻ്റെ രുചി കൂട്ടുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കടുക് വറുത്തില്ലേ, അത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് നമ്മൾ ഈ ഉലുവപ്പൊടി വറുത്തിടുന്നത് കേട്ടോ. എണ്ണയിൽ ഒരിക്കലും വറുത്തിടരുത്. 1 ടീസ്പൂൺ നെയ്യിലേ വറുത്തിടാവൂ. ഒരു ടീസ്പൂൺ നെയ്യ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് വറുത്ത് പൊടിച്ചതല്ല കേട്ടോ, വെറുതെ പൊടിച്ചതാണ് ഉലുവ. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം തീ കൂട്ടരുത്, കരിഞ്ഞു പോവും. ആ നെയ്യിലെ ഉലുവ ഇങ്ങനെ വാടുമ്പോഴുള്ള മണം ഉണ്ടല്ലോ, നല്ല മണമാണ് കേട്ടോ അത്. കണ്ടോ, നമ്മുടെ കാളനൊക്കെ ഇരുന്ന് 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ നെയ്യും ഉലുവപ്പൊടിയും മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് കാളന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം. ഇതൊരിക്കലും എണ്ണയിൽ ചെയ്യരുത്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ നെയ്യിൽ ഇതൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്